നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ താരങ്ങളെ രാഷ്ട്രീയത്തിലിറക്കി പരീക്ഷിക്കുന്നത് അപൂർവമായ ചില കാഴ്ചകളായിരുന്നു. നേരത്തെയൊക്കെ ബോളിവുഡിൽ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലാണ് സിനിമാക്കാരെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. രാഷ്ട്രീയ രംഗത്തു നിന്നും വന്നവർ തമിഴ്നാടിന്റെ ഭരണസാരഥ്യത്തിലേറുകയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ശൈലിയുമായി കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സിനിമാക്കാർക്ക് വലിയ അക്സെപ്റ്റൻസ് പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. അക്സെപ്റ്റൻസ് എന്നും പറഞ്ഞാൽ പോരാ, അവരുടെ ദൈവം തന്നെ സിനിമാക്കാരായിരുന്നു. എന്നാൽ കേരളത്തിലെ അവസ്ഥ അന്നും ഇന്നും മറിച്ചാണ്. സിനിമാക്കാരോട് ആരാധനയൊക്കെ ഉണ്ടെങ്കിലും അന്ധമായ ആരാധന ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇപ്പോൾ സിനിമാക്കാർക്ക് പിറകെ ഓടുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ജനപ്രിയത ഇല്ലാതാവുകയാണോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചില്ലുന്ന പ്രവർത്തനമാണ്. ഇന്ന് വരെ പൊതുപ്രവർത്തകരായിരുന്ന പലരും ജനകീയരുമായിരുന്നു. ഏറ്റവും ജനപ്രീതി ഉണ്ടായിരുന്ന VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, EK നയനാർ അടക്കമുള്ള നേതാക്കന്മാരെ നമ്മൾ കണ്ടതാണ്. ആ ഗണത്തിൽ BJPയുടെ നേതാക്കന്മാർ പോലും ഉണ്ടായിരുന്നു. PP മുകുന്ദനും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് BJPയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ കേരളത്തിൽ വേരൂന്നാത്ത കാലഘട്ടത്തിൽ പോലും സമൂഹത്തിൽ വളരെ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു PP മുകുന്ദൻ. PP മുകുന്ദൻ, മാരാർജി അടക്കമുള്ളവരുടെ നീണ്ട നിര ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയവരാണ്. എന്നാൽ ഇന്ന് എല്ലാ രാഷ്ട്രീയക്കാരും സിനിമാക്കാർക്ക് പിറകെയാണ്. കോൺഗ്രസും BJPയുമാണ് അതിന് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം. CPM-ഉം ഒട്ടും പിന്നിലല്ല. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും മോശം മന്ത്രി എന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പേര് കേട്ടിരുന്ന വീണ ജോർജിനെ, അത് പിന്നെ രാഷ്ട്രീയത്തിനും സിനിമയ്ക്കും അപ്പുറം സഭയുടെ താല്പര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. വെറും ഒരു ആങ്കർ മാത്രമായിരുന്ന വീണയെ രാഷ്ട്രീയ രംഗത്ത് അവരോധിച്ചത് പോലും സഭയുടെ സ്ഥാനാർത്ഥിയായി തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി സിനിമാ താരങ്ങളെ എല്ലാവരും തേടിപ്പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനപ്രിയരായ നേതാക്കന്മാർ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാതാവുകയാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജനപ്രീതി ഇല്ലാതാകുന്നത്? PR ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തരംഗം സൃഷ്ടിക്കുന്ന പല നേതാക്കന്മാർക്കും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമില്ലാത്തവരായി പോകുന്നത് കൊണ്ടാണോ ഇങ്ങനെ സിനിമാ താരങ്ങൾക്ക് പിറകെ ഓടുന്നത്? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പല സിനിമാക്കാരുമായി ബന്ധപ്പെട്ട പേരുകളാണ്. നേരത്തെ കേരളത്തിൽ സിനിമാക്കാരായി രംഗത്തിറങ്ങിയ പലരും തോറ്റുപോയിരുന്നു. മുരളിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിനിമാക്കാരനായിരുന്ന ജഗദീഷുമൊക്കെ തോറ്റു തുന്നം പാടിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രമേശ് പിഷാരടി അടക്കമുള്ളവരെ അഭിനയ രംഗത്ത് നിന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിലുപരി രാഷ്ട്രീയക്കാരനാക്കാൻ ശ്രമിക്കുകയാണ്. സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച 3 പേരുണ്ട്. അവർ 3 പേരും സുരേഷ് ഗോപിയും ഗണേശനും മുകേഷുമാണ്. അവർ 3 പേരും രാഷ്ട്രീയക്കാരൻ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുത്തതിന് പിന്നിൽ ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആ മിനുക്കവും തിളക്കവുമല്ല. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ ആയതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു. സിനിമയുടെ വെള്ളി വെളിച്ചത്തിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. മറിച്ച് സിനിമാക്കാരന്റെ പളപളപ്പും മിനുസവും തിളക്കവും കണ്ടല്ല. പിന്നീടുള്ളത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിനെ നമുക്കറിയാം, നല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ മികച്ച രാഷ്ട്രീയക്കാരനായ മകൻ തന്നെയാണ്. രാഷ്ട്രീയം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന, വ്യക്തമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു ഗണേഷ് കുമാർ. സിനിമാ താരം എന്നതിനപ്പുറത്തേക്ക് ഗണേഷ് കുമാറിന് തുണയായത് ബാലകൃഷ്ണപിള്ളയുടെ പേരും ബാലകൃഷ്ണപിള്ളയുടെ ലെഗസിയും തന്നെയാണ്. പിന്നീട് വന്നതാകട്ടെ M മുകേഷിനെ നോക്കിയാലും M മുകേഷിന്റെ അച്ഛൻ O മാധവൻ കമ്മ്യൂണിസത്തെ നാടകങ്ങളിലൂടെ പകർന്നു നൽകിയ നല്ലൊരു രാഷ്ട്രീയക്കാരനായ നാടക ആചാര്യനായ ഒരാളുടെ മകൻ കൂടിയായിരുന്നു. രാഷ്ട്രീയം കണ്ടുവളർന്ന ഒരാളെന്ന രീതിയിലാണ് സത്യത്തിൽ മുകേഷിനെയും ജനം വിലയിരുത്തിയത്. മറിച്ച് കൃഷ്ണകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ സിനിമാ രംഗത്തു നിന്നും വന്നിട്ടുണ്ട്. പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥികൾ പലരും ഇപ്പോൾ
തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥിയിൽ അഖിൽ മാരാർ വളരെ വ്യക്തമായ നിലപാടുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിലും ഇടതും വലതും ഒക്കെ ചാഞ്ഞും ചരിഞ്ഞും പോകാവുന്നിടത്തെല്ലാം, കുറച്ചു കാലം യുവമോർച്ചയായിരുന്നു, കുറച്ചു കാലം അതിനുശേഷമുള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു, അടുത്ത കാലം വരെ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന ആളാണ്. ഇപ്പോൾ ദേശീയതയിലേക്ക് വരുന്നു, NDAയിൽ ചേരുന്നു, BJPയിൽ നേരിട്ട് ചേരാതെ NDAയിലേക്ക് എത്തുന്നു, അതുവഴി BJPയിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ചില പാട്ടുകാരെയും ചില ക്രിക്കറ്റ് താരങ്ങളെയും ഒക്കെ തേടി ഇപ്പോൾ അലയുകയാണ് BJP എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ തന്നെ നേരത്തെയും ഇത്തരം ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചതാണ്. എന്ത് മാറ്റമാണ് ഉണ്ടായെന്നറിയില്ല. ഇനി സഞ്ജു സാംസനെ ഇപ്പോൾ പോയി കാണുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ചില നടിമാരുടെ, ശ്വേതാമേനോൻ അടക്കമുള്ളവരുടെ പേരുകൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വർഷം പൊതുപ്രവർത്തനം നടത്തിയ പൊതുപ്രവർത്തകർക്കില്ലാത്ത ജനകീയത, ജനങ്ങളുടെ ഇടയിൽ എല്ലാ ദിവസവും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന പൊതുപ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത എന്ത് സ്വാധീനമാണ് സിനിമാക്കാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുക? ഒരു സാധാരണഗതിയിൽ ഒരു സ്ക്രീനിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഈ സിനിമാക്കാരെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോ ഇടപെട്ടിട്ടുണ്ടോ? എന്തിനെ ഓടി അടുത്തേക്കൊന്ന് ചെല്ലാനെങ്കിലും കഴിയുമോ? ഒരു രാഷ്ട്രീയ നേതാവ്, സാധാരണക്കാരനെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്തേക്ക് ചെന്ന് അവരെ ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ, ഒരു സാധാരണക്കാരനെ ആശ്വസിപ്പിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സിനിമാക്കാരന് സാധിച്ചിട്ടുണ്ടോ? അത് സാധിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അതുകൊണ്ട് ഈ സിനിമാക്കാരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, ആ സിനിമാക്കാർ മാത്രമായിരിക്കണം രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കേണ്ടത് എന്ന പതിവ് രീതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സിനിമാക്കാർ രാഷ്ട്രീയ ബോധം ഏറ്റവും കുറവുള്ളവരാണ്. പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. പണം ഉണ്ടാക്കുക, അവരുടെ ഫെയിം ഉണ്ടാക്കുക, അവർക്ക് ജീവിച്ചു പോവുക, അവർ ആഡംബരത്തിൽ ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് എത്ര പേർക്കാണ് സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള എത്ര സിനിമാക്കാരാണ് കേരളത്തിലുള്ളത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ മേജർ രവിയോ അങ്ങനെ കുറെ പേരൊക്കെ സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ മേജർ രവി ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് നാഷണാലിറ്റി തെളിയിക്കാൻ 1-2 സിനിമകളെങ്കിലും എടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ സിനിമാ രംഗത്തേക്ക് പ്രവർത്തിക്കുന്ന, പണമുണ്ടാക്കി, ഗ്ലാമർ ഉണ്ടാക്കി ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരേതാണ്ട് വിരമിക്കുന്ന കാലഘട്ടമാവുമ്പോൾ കേന്ദ്രമന്ത്രിയും മന്ത്രിയും ഒക്കെ ആക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ അത്രയും കാലം പ്രവർത്തിച്ചു വന്ന പൊതുപ്രവർത്തകരെ ഇല്ലാതാക്കുന്ന പ്രവണത ശരിയല്ല. അതൊരിക്കലും നാടിന് നല്ലതുമല്ല എന്നാണ് പറയാനുള്ളത്.